ഹായ് ഓൾ, എൻ്റെ പേര് ഐശ്വര്യ. സ്ഥലം കണ്ണൂരാണ്. ഈ കഴിഞ്ഞ IMS ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിൽ 1ാം റാങ്ക് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആക്ച്വലി ഇതെൻ്റെ ആദ്യത്തെ PSC എക്സാമാണ്. ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മാസ്റ്റർ കീയോടാണ്. മാസ്റ്റർ കീ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്തത്. ഹായ് ഓൾ, എൻ്റെ പേര് ഐശ്വര്യ. സ്ഥലം കണ്ണൂരാണ്. ഈ കഴിഞ്ഞ IMS ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിൽ കണ്ണൂർ ജില്ലയിൽ 1ാം റാങ്ക് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ പഠിച്ചത് B.Pharm ആണ്. 2018 ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് കൂടെ ഗൾഫിലായിരുന്നു താമസമൊക്കെ. ആ സമയത്താണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ൻ്റെ ഒരു എക്സാം വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നാണ് എക്സാമിന് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നത്. പിന്നീട് എപ്പോഴും ഒരിക്കൽ യൂട്യൂബിൽ തന്നെ മാസ്റ്റർ കീയുടെ ഒരു കൺഫർമേഷൻ വന്നു എന്നുള്ളൊരു വീഡിയോ കണ്ടു. അതിനുശേഷം ഞാൻ കൺഫർമേഷൻ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ മാസ്റ്റർ കീനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ സാറിനെ വിളിച്ചു. സാർ കുറച്ച് ഡെമോ വീഡിയോസൊക്കെ അയച്ചു തന്നു. എല്ലാം കണ്ടപ്പോൾ ഞാൻ നല്ല ഇംപ്രസ്ഡ് ആയിരുന്നു. ക്ലാസ്സിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം തോന്നി ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗ്രേഡ് 2 എക്സാമിലേക്കുള്ള പഠനം തുടങ്ങുന്നത്. ആക്ച്വലി ഇതെൻ്റെ ആദ്യത്തെ PSC എക്സാമാണ്. PSC എക്സാം എങ്ങനെയാണെന്നോ ഒരു ധാരണയില്ലാത്ത ഒരാളാണ് ഞാൻ. ആയിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്യുന്നത്. മാസ്റ്റർ കീ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്തത്. അവരെ സിലബസ് ഓരോ സിലബസിലെ ഓരോ ഹെഡിങ്ങും ക്ലാസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റി. അതിനുശേഷം ഞാൻ മാസ്റ്റർ കീയുടെ വീഡിയോ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുമായിരുന്നു. ക്ലാസ് മാത്രമല്ല അവരുടെ PDF നോട്ട്സും അതുപോലെ ഓരോ ക്ലാസ്സിന് ശേഷം എക്സാം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ആ എക്സാം പറ്റാവുന്നത്രയും തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇത് കൂടാതെ എക്സാം അടുക്കാറായപ്പോൾ മാസ്റ്റർ കീ തന്നെ ഒരു 10-20 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോ സെറ്റിലും 100 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1000-2000-ഓളം ചോദ്യങ്ങൾ ഉള്ളൊരു സെറ്റായിരുന്നു. അത് മാത്രമല്ല ഓരോ സെറ്റ് ക്വസ്റ്റ്യൻ്റെയും ലൈവ് ക്ലാസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ മാത്രമല്ല ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റായി വന്നു എന്നുള്ള ഡിസ്ക്രിപ്ഷൻ അടക്കം ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും എങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടെത്താമെന്ന്, ബാക്കിയുള്ള ഓപ്ഷൻസ് എങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താമെന്നുള്ളത് ആ ഒരു ലൈവ് ഡിസ്കഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ കീയുടെ ഹെൽപ്പോടുകൂടി എനിക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല കൂളായിട്ടാണ് പോയത്. എനിക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്ന ആൻസേഴ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കറക്കി കുത്തുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടേ ഇല്ല. നല്ല കോൺഫിഡൻസോട് കൂടിയാണ് എക്സാം എഴുതിയത്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൽ ഇൻക്ലൂഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്നുള്ളപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴും മാസ്റ്റർ കീയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു. ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഹെൽപ്ഫുള്ളായിരുന്നു. എങ്ങനെ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യണം എന്ന് തൊട്ട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അത് എന്നെപ്പോലെ ഒരു ബിഗിനറിന് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ നല്ലൊരു സ്കോർ എനിക്ക് നേടാൻ പറ്റി. അതിനുശേഷം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നതും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. മാസ്റ്റർ കീയുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ആദ്യം വിളിച്ചത് സാറിനെ ആയിരുന്നു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിന് ഒരുപാട് സന്തോഷമായി. ഗൾഫിലിരുന്നുകൊണ്ട് ഒരുപാട് പരിമിതികൾക്കിടയിലാണ് ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ എനിക്ക് 1ാം റാങ്കിൽ എത്താൻ പറ്റി. അതിന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മാസ്റ്റർ കീയോടാണ്. ഇങ്ങനെ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ലായിരുന്നു. ആദ്യത്തെ PSC എക്സാമിൽ തന്നെ ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റിയത് മാസ്റ്റർ കീ ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. ഇതിനുവേണ്ടി എന്നെ സഹായിച്ച മാസ്റ്റർ കീയുടെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ വീട്ടുകാർ, ഹസ്ബൻഡ്, എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2യുടെ കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 3 മാസം കഷ്ടി മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടിയിരുന്നുള്ളൂ. ആ 3 മാസത്തിനിടയിലാണ് ഞാൻ പഠിച്ച് ഈ ഒരു മികച്ച റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. എന്നെപ്പോലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഈ ഒരു റാങ്കിൽ എത്താൻ സാധിക്കുമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും മാസ്റ്റർ കീയുടെ ഈ ഒരു മികച്ച സ്റ്റഡി പ്ലാനിലൂടെ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു റാങ്കിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.